കണ്ടമാനം സ്വർണത്തിൻ്റെ പീടികളുണ്ട് ഇവിടെ. നാട്ടിക്ക് ഇവിടുന്നാണല്ലോ സ്വർണ്ണം കൂടുതൽ കടത്തണമൊക്കെ, അത് കുറേ പിടിക്കപ്പെടുന്നുണ്ട് ഒരു ജോയാലുക്കാസ്. ഇതാ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഗോൾഡ് സൂക്കിൽ അപ്പോൾ ഇവിടെ നമ്മളെന്താ വെച്ചാൽ ഇവിടെ പ്രധാനമായിട്ട് ഒരുപാട് സ്വർണത്തിൻ്റെ കടകളും അതിൽ ഒരുപാട് സ്ട്രീറ്റുകളിൽ സ്വർണത്തിൻ്റെ കടകളായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോൾഡ് സൂക്ക് എന്നൊക്കെ കേട്ടിട്ടുള്ളത്. നമ്മൾ അറിയില്ല. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോണത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളിവിടെ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കണത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് മെട്രോ സ്റ്റേഷൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടും. പല ഭാഗത്തുള്ള ബസ്സുകളുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇവിടുന്ന് ദുബായ് മാൾക്കും അതേപോലെ തന്നെ മറ്റ് ഗുബൈബ, ദുബായ് മാൾ, അങ്ങനെ എല്ലാ സ്ഥലങ്ങൾക്കുള്ള ബസ്സുകൾ ഇവിടുന്ന് നമുക്ക് അവൈലബിൾ ആണ്. ബസ് കിട്ടും. എയർപോർട്ടിലുള്ള ബസ്സും ചിലപ്പോൾ ഉണ്ടാകും. അൽ റാഷിദിയക്കുള്ള ബസ്സുണ്ട്. പല ബസ്സുകളുണ്ട് കേട്ടോ. ഓരോ ടൈമിനനുസരിച്ചിട്ട് ബസ്സുകൾ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നോൾക്കാട് ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബസ്സിൽ പോകട്ടോ. ബസ്സുകളാണ് കേട്ടോ. ഇൻ്റർനാഷണൽ സിറ്റിക്കുള്ള ബസ്സാണിത്. ഓരോ നമ്പർ അനുസരിച്ചിട്ടാണ് നമുക്ക് ബസ്സിൽ കയറേണ്ടത്. പല പല നമ്പറുകൾ 53 അങ്ങനെ ഓരോരോ നമ്പറുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു റാമ്പ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടക്കുകയാണ്. ക്രോസ് ചെയ്യാൻ ഇതിന് പകരമായിട്ട് ഇത് ഇങ്ങനെ ഒരു ബ്രിഡ്ജാണ് റോഡിൻ്റെ മുകളിൽ കൂടെ ആയിട്ട്. അതിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. കാഴ്ചകൾ ഇതാ കാണുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ലിഫ്റ്റാണ്. അങ്ങനെ മുകളിൽ നിന്ന് വന്ന് നമ്മളങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചായ കഫ്തീരിയയിൽ കയറിയതാണ്. അല്ലേ ചായ കഫ്തീരിയ. അപ്പോൾ ഇവിടുന്നാണ് ജ്വല്ലറി തുടങ്ങണത്. ഇവിടുന്ന് ഒക്കെ ജ്വല്ലറികളാണ് കേട്ടോ. ജ്വല്ലറികൾ പറഞ്ഞ മാതിരി സ്ട്രീറ്റുകളിലായിട്ട് കുറേ ജ്വല്ലറികളുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് എന്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും ഈ ഉന്തുവണ്ടികൾ ഇപ്പോഴും ദുബായിലുണ്ട്. കാരണം വലിയ വലിയ കാർഗോ ലഗേജ് ബോക്സുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനത്തെ ഉന്തുവണ്ടിക്കാരെയാണ് ഇതിൽ സമീപിക്കാറുള്ളത്. നല്ലൊരു സഹായമാണ്. ഇത് ഇവിടുത്തെ മലബാർ ഗോൾഡ് ഡയമണ്ട്സ് ആണ്. മലബാർ. പിന്നെ അപ്പുറത്ത് ജോയാലുക്കാസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഉണ്ട് ഒരു ജോയാലുക്കാസ്. ഇതാ ഒരു ജോയാലുക്കാസാണിത്. അതിലെ കെട്ടിടം കണ്ടിട്ട് മുകൾക്കൊക്കെ ഉണ്ട്. അങ്ങനെ ജ്വല്ലറികളുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത്. അവർക്ക് നല്ല കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ഇത് ഗോൾഡിൻ്റെയാണ് മെയിനായിട്ട്. ഇവിടെ ഗോൾഡ് അതേമാതിരി ഡേറ്റ്സ് നട്ട്സ് ഉണ്ടല്ലോ, ഈത്തപ്പഴം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കാഴ്ച ഇവിടെ ഒക്കെ ഇതാ പറഞ്ഞ മാതിരി കുറേ ഗോൾഡ് ജ്വല്ലറികളാണ് ഈ കാണുന്നത്. വലിയ വലിയ ജ്വല്ലറികളുണ്ട്. അങ്ങോട്ട് സ്വർണ്ണമൊക്കെ ആകെ അങ്ങോട്ട് സ്വർണ്ണമാണ്. മൊത്തം സ്വർണ്ണത്തിൽ. അപ്പുറത്ത് കണ്ടില്ലേ കൃഷ്ണ, എസോറോ, ഗോൾഡ് ഹൗസ്, കണ്ടമാനാണ് കേട്ടോ. വെറുതെ അല്ല, നമ്മളെ നാട്ടിക്ക് ഇവിടുന്നാണല്ലോ സ്വർണ്ണം കൂടുതൽ കടത്തണമൊക്കെ, അത് കുറേ പിടിക്കപ്പെടുന്നുണ്ട്. ചിലർ മേത്തൊക്കെ ഇട്ട് അങ്ങനെ സ്വർണ്ണം കൊണ്ടുപോകണമൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ കാരണം തന്നെ കേട്ടോ. ഇവിടെയൊക്കെ സ്വർണ്ണം ഭയങ്കര ചീപ്പായിട്ട്, ഭയങ്കര ചീപ്പല്ല, നാട്ടിൽ തന്നെ അപേക്ഷിച്ച് പോകുമ്പോൾ കുറവായിട്ട് കിട്ടുന്നുണ്ട്. ഒരു പവന് ഇപ്പോൾ എത്രയെന്ന് കറക്റ്റ് അറിയില്ല, എന്നാലും നാട്ടിൽ തന്നെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് കൊണ്ടുപോകണേ. കണ്ടമാനം സ്വർണത്തിൻ്റെ പീടികളുണ്ട് ഇവിടെ. നമ്മൾ ഈ ഗേറ്റ് 3 ഗോൾഡ് സൂക്ക് ഗേറ്റ് 3ലേക്ക് കയറാണ് കേട്ടോ. ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോണത്. ഇതാണ് ഗേറ്റ് 3. ഇവിടെ ഒരുപാട് ഈ പറഞ്ഞ മാതിരി ഗോൾഡ് ജ്വല്ലറികൾ തന്നെയാണ് കാര്യമായിട്ടുള്ളത് കേട്ടോ.
ഡയമണ്ടും ഗോൾഡും എല്ലാം ഉണ്ട് കേട്ടോ. പ്ലാറ്റിനം, സ്വർണത്തിൻ്റെ വെറൈറ്റികളായിട്ടുള്ളതും പല പല മോഡലുകളാണ് കേട്ടോ. ഈ സ്ത്രീകൾക്കാണല്ലോ മെയിനായിട്ട്, പെണ്ണുങ്ങൾക്കാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കതിന് മോഡലുകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല. അതൊക്കെ കാഴ്ചകൾ കേട്ടോ. അത് ശരിക്കും കാണേണ്ടത് തന്നെയാണ് ഇവിടെ. ഇവിടെ നമുക്ക് തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടമാനം ഇവിടെയാണ് ശരിക്കും ഒരു ലോകം. ഇപ്പോൾ ഈ ഗേറ്റ് 3 കണ്ടില്ലേ, അങ്ങനെ വലിയ വലിയ വഴികളാണുള്ളത്. അങ്ങോട്ട് വേറൊരു ഗേറ്റ്, ഇവിടേക്ക് വേറെ 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 ഗേറ്റുകളാണ്. ജ്വല്ലറികളുടെ എണ്ണം തീരുന്നില്ല കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കുറേ ജ്വല്ലറികൾ കാണാൻ പറ്റിയത്. അവിടെ ഇവിടേക്കൊക്കെ ആയിട്ട് അപ്പോൾ കണ്ടമാനം ജ്വല്ലറികളാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യുക കാണാൻ പറ്റുന്നത്. ഗേറ്റ് 3 കുറേ ജ്വല്ലറികളാണ്, എണ്ണിയാൽ തീരൂല അത്രയ്ക്ക് ജ്വല്ലറികളുണ്ട്. സ്വർണ്ണങ്ങളും ഡയമണ്ടും നെക്ലേസും ഒക്കെ പാടിയായിട്ട്. നല്ല ഡിസൈനിലാണ് കൊടുത്തിട്ടുണ്ട് സ്വർണം. അൽ റൊമൈസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമാണ്. ഒരു വെറൈറ്റി ആയിട്ട് നീല കളറിൽ കണ്ടോ, ഫ്രെയിമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്വർണത്തിൻ്റെ ഇത് കാണാൻ, ഡിസൈനുകൾ കാണാൻ. ഇത് ഈ സ്ട്രീറ്റുകളിലൂടെ ഒക്കെ നടക്കാൻ തന്നെ വേറെ രസമാണ് കേട്ടോ. ഒരു നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കടകളുടെ മുന്നിൽ കൂടെ നടക്കുമ്പോഴേ ഓരോ വെറൈറ്റി ആയിട്ടുള്ള സ്വർണ്ണങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കടകളുടെ മുന്നിൽ ഓരോ ഷോകളാണ് കേട്ടോ മെയിനായിട്ട്. ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഗോൾഡ് സൂക്കിൻ്റെ വീഡിയോ ആയിരുന്നു. അതായത് സൂക്ക്, അവിടുത്തെ ഗോൾഡ് ജ്വല്ലറികളും മറ്റൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ളൂ ഗായ്സ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.